നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ എന്ന ഈ പ്രഭാഷണ പരമ്പരയുടെ 324 ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിവാത കചകന്മാർ എന്നറിയപ്പെടുന്ന അസുരന്മാരെ പോരിന് വിളിച്ച ശേഷം ആ യുദ്ധത്തിൽ ജയമോ തോൽവിയോ ഉണ്ടാകാതെ വർഷങ്ങളിങ്ങനെ കടന്നു പോകുന്നതല്ലാതെ ഇനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ബ്രഹ്മാവിൽ നിന്നും രാവണൻ അറിഞ്ഞു. പിന്നെ ഒരു മാർഗ്ഗമേ ഉള്ളൂ, അവരോട് യുദ്ധം നിർത്തി അവരോട് സഖ്യം ചെയ്തു. പിന്നെ ഒരു വർഷം കൂടി അവിടെ താമസിക്കുകയും ചെയ്തു. ഇത്രയും പറഞ്ഞാണ് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത്. മാത്രമല്ല, ഈ സമയത്ത് രാവണന് ഒരു ഗ്രഹാതുരത്വം തോന്നുകയാണ്, ഹോം സിക്നസ് തോന്നുകയാണ്. ലങ്കയിൽ നിന്ന് തിരിച്ചിട്ട് 100 മാസം കഴിഞ്ഞു, ഇനി തിരിച്ചു പോകണം. അങ്ങനെ അദ്ദേഹം അവിടെ നിന്നും പുറപ്പെട്ടു. പക്ഷെ പോകുന്ന സ്ഥലത്തൊക്കെ യുദ്ധം ചെയ്തും വെല്ലുവിളിച്ചുമൊക്കെ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്, അല്ലാതെ സമാധാനമായിട്ടല്ല പോകുന്നത്. അദ്ദേഹം അവിടുന്ന് നേരെ പോകുന്നത് കാലകേയന്മാരുടെ കൊട്ടാരത്തിലാണ്. അവിടെ ആദ്യം കണ്ട 7 അസുരന്മാരെ അങ്ങ് വധിച്ചു. പിന്നെ അവിടുന്ന് വിജയീ ഭാവത്തിൽ യാത്ര തിരിച്ചു. അവിടുന്ന് വരുണന്റെ ആസ്ഥാനമായി, നമുക്കറിയാം വരുണൻ എന്ന് പറയുന്നത് ജലത്തിന്റെ ദേവതയാണ്. അദ്ദേഹത്തിന്റെ വരുണാലയം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആസ്ഥാനത്തെത്തി. അവിടെ ചെന്ന് വരുണനെ യുദ്ധത്തിനായി വെല്ലുവിളിച്ചു. പക്ഷെ അവിടെ വരുണൻ ഉണ്ടായിരുന്നില്ല, പക്ഷെ അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നു. അപ്പൊ മക്കൾ നല്ല ഉശിരോടുകൂടി തന്നെ യുദ്ധത്തിന് തയ്യാറായി വന്നു. രാവണനുമായിട്ട് അവിടെ ഒരു ഘോര യുദ്ധം തന്നെ നടന്നു. വരുണന്റെ സൈന്യത്തിനും രാവണന്റെ രാക്ഷസ സൈന്യത്തിനും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ നേരിട്ടു. ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം രാവണൻ മോഹാലസ്യപ്പെട്ട് വീഴുന്ന ഒരു ഘട്ടം വരെ ഉണ്ടായി. വരുണപുത്രന്മാരാകട്ടെ അത്യാഹിതങ്ങൾ, അപകടങ്ങളൊക്കെ ഒഴിവാക്കാനായി ആകാശത്ത് നിന്നും യുദ്ധം ചെയ്തു. രാവണൻ അപ്പോൾ ശൂലവും ഇരുമ്പുലക്കയും അസ്ത്രങ്ങളും അവരുടെ മേൽ പ്രയോഗിച്ചു. അങ്ങനെ ആയുധങ്ങൾ ചെന്നുകൊണ്ട് വരുണപുത്രന്മാർ മോഹാലസ്യപ്പെട്ട് താഴെ വീണു, നിലം പതിച്ചു. അപ്പം അവരുടെ സൈന്യാധിപന്മാർ ഓടിക്കൂടി അവരുടെ മുഖത്ത് വെള്ളം തളിക്കുകയും മറ്റും ചെയ്ത് അവരെ ആശ്വസിപ്പിക്കുകയാണ്. ഈ അവസരത്തിൽ രാവണൻ അലറുകയാണ്, ഇനി ആരുണ്ടെങ്കിലും മുന്നോട്ട് വാ, എനിക്ക് കാത്തു നിൽക്കാൻ സമയമില്ല എന്നാണ് രാവണൻ ഗർജിക്കുന്നത്. ഈ സമയത്ത് വരുണന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സഹായിയായ പ്രഭാസൻ ഇടപെടുകയാണ്. അപ്പൊ പ്രഭാസൻ രാവണനോട് ചോദിച്ചു, അങ്ങ് ആരെയാണ് വെല്ലുവിളിക്കുന്നത്? അങ്ങ് വരുണ ഭഗവാനെയാണല്ലോ വെല്ലുവിളിക്കുന്നത്. അദ്ദേഹം ഇവിടെ ഇല്ല, അദ്ദേഹം എവിടെ പോയിരിക്കുകയാണെന്ന് ഞാൻ പറയാം. അദ്ദേഹം ബ്രഹ്മാവിന്റെ അടുത്ത് ഭജനയിൽ പങ്കെടുക്കാനായി പോയിരിക്കുകയാണ്, ഭജന കേൾക്കാനായി പോയിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം ചെയ്യാം, അദ്ദേഹത്തിന്റെ മക്കൾ അങ്ങയോട് യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്ന് സമ്മതിക്കാം. അപ്പൊ വരുണൻ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് യുദ്ധം ജയിച്ചെന്ന് തന്നെ അങ്ങ് കരുതിക്കൊള്ളുക, അങ്ങനെ തിരിച്ചു പോവുക. അപ്പൊ അങ്ങനെ അവരെയെല്ലാം വളരെയധികം പരിഹസിച്ചുകൊണ്ട് രാവണൻ അവിടെ നിന്നും നേരെ തിരിക്കുന്നു. പുഷ്പക വിമാനത്തിലേറിയാണ് തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഏറ്റവും വലിയ ഒരു നീച പ്രവൃത്തി ചെയ്തുകൊണ്ടാണ് രാവണൻ പോകുന്നത്. ദേവന്മാർ, അസുരന്മാർ, ഗന്ധർവന്മാർ, മുനികൾ, സിദ്ധന്മാർ, നരന്മാർ, യക്ഷന്മാർ, കിന്നരന്മാർ, ഇങ്ങനെയുള്ള വിഭാഗങ്ങളുണ്ടല്ലോ. അവിടെയൊക്കെയുള്ള എല്ലാവരുടെയും കുടുംബങ്ങളിലുള്ള അതിസുന്ദരികളായ സ്ത്രീകളെ, അവർ കുലസ്ത്രീകൾ എന്നാണ് അറിയപ്പെടുന്നത്, ആ സ്ത്രീകളെ ബലമായി പിടികൂടി പുഷ്പക വിമാനത്തിൽ കയറ്റിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത് രാവണൻ. ശില പോലും അലിയുന്ന രൂപത്തിലാണ് ഈ സ്ത്രീകൾ വിലപിക്കുന്നത്. അവരുടെ വിലാപങ്ങൾ, നിലവിളികൾ അവിടെ എങ്ങും മുഴങ്ങിക്കെട്ടു. ഇവൻ ഞങ്ങളെ കൊല്ലുമോ, ഞങ്ങളെ തിന്നുമോ, രാക്ഷസനല്ലേ, അതോ മാനഭംഗപ്പെടുത്തുമോ? ഒരു കാര്യം ഉറപ്പാണ്, അവർ ശപിക്കുന്നു. ഈ കാമലോലുപന്റെ, ഈ സ്ത്രീ ലംബടന്റെ അന്ത്യം ഒരു ദിവ്യ സ്ത്രീ നിമിത്തം ആയിരിക്കും. അഹങ്കാരം കൊണ്ട് ഉന്മത്തനായ രാവണൻ കുലസ്ത്രീകളുടെ ഈ ശാപമൊന്നും അറിഞ്ഞതേയില്ല. അങ്ങനെ പുഷ്പക വിമാനം യാത്ര ചെയ്ത് അവസാനം ലങ്കയിലെത്തി. അവിടെ വലിയ സ്വീകരണമായിരുന്നു.
100 മാസത്തിന് ശേഷമല്ലേ രാക്ഷസ രാജാവ് തിരികെ വന്നിരിക്കുന്നത്. ഒരാൾ മാത്രം, സഹോദരി ശൂർപ്പണഖ മാത്രം കരഞ്ഞുകൊണ്ട് പരിഭവം പറഞ്ഞു, ലോകം മുഴുവൻ എന്നെ പഴിക്കുകയാണ്. രാവണ, നീ നിമിത്തം ഞാൻ വിധവയായിപ്പോയി. ഇപ്പൊ രാവണന്റെ മറുപടി, യുദ്ധസമയത്ത് എനിക്കിതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ലായിരുന്നു. ഇനി നമുക്ക് ആകപ്പാടെ ചെയ്യാനൊക്കുന്ന കാര്യം, നിനക്കൊരു പുതിയ ഭർത്താവിനെ നമുക്ക് കണ്ടെത്താം. നീ നമ്മുടെ സഹോദരന്മാരായ ഖരൻ, ദൂഷണൻ, തൃശിരസ് ഈ 3 പേരോടൊപ്പം ദണ്ഡകാരണ്യത്തിൽ പോയി താമസിക്കുക. അവിടെ വെച്ച് നീ ആരെയാണോ, ഏത് പുരുഷനെയാണോ കണ്ട് ഇഷ്ടപ്പെടുന്നത് ആ പുരുഷനെ നീ ഭർത്താവായി സ്വീകരിച്ചുകൊള്ളൂ. ശൂർപ്പണഖ അതേപോലെ തന്നെ ചെയ്തു. രാവണന്റെ മകൻ മേഘനാഥനാകട്ടെ രാജസൂയം, അശ്വമേധം എന്നീ യാഗങ്ങൾ നടത്തി ദേവന്മാരിൽ നിന്നും ധാരാളം വരങ്ങൾ നേടി എല്ലാവരെയും ജയിക്കാനായിട്ടുള്ള കരുത്ത് ആർജിച്ചു നിൽക്കുകയാണ്. അച്ഛനെ കണ്ട് തൊഴുത് അച്ഛനെ സ്വീകരിച്ചു. രാവണൻ മകനെ ആലിംഗനം ചെയ്തുകൊണ്ട് ചോദിച്ചു, നീ എന്ത് ചെയ്യുന്നു എന്ന്. നീ ഒരുപാട് നാളായാലും നിന്നെ കണ്ടിട്ട്, നീ ഇപ്പൊ എന്താണ് ചെയ്യുന്നത് എന്ന് രാവണൻ വിശേഷങ്ങൾ അന്വേഷിക്കുകയാണ്. ആ ചോദ്യത്തിന് മറുപടി പറയുന്നത് മേഘനാഥനല്ല, മറിച്ച് ഗുരുവായിട്ടുള്ള ശുക്രാചാര്യരാണ്. അത് എന്താണ് മറുപടി പറഞ്ഞത് എന്നൊക്കെ നമുക്കിനി അടുത്ത ലക്കത്തിൽ കാണാം. 325-ാമത് ലക്കത്തിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.